ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി പൂക്കളാണ് നമ്മൾ ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇതിന്റെ രണ്ട് സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ നമ്മൾ 4 പീസുകൾ കട്ട് ചെയ്തെടുത്തു. കെട്ടുകമ്പിയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസും കൂടെ ചേർത്ത് നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ മടക്കിയെടുക്കണം. ഇതുപോലെ നമ്മളത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പി നമുക്ക് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. 2 ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇനി നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഓരോ ലെയറുകളും നമുക്ക് ഇതുപോലെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കണം. നമ്മളതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഓരോ ലെയറും ഇതുപോലെ മുകളിലേക്ക് ആക്കി എടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവറായി കിട്ടും. ഇതുപോലെ നമ്മൾ വേറെ 2 പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ 3 ന്യൂസ് പേപ്പറിന്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അത് 3 നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിലെല്ലാം നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിന്റെ 2 ഭാഗത്തും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ 3 ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലേക്ക് കെട്ടുകമ്പിയുടെ ചെറിയ പീസുകൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മളതിൽ ഒട്ടിച്ചെടുത്ത കമ്പി കാണാതിരിക്കാൻ വേണ്ടി ഈ ഒരു പീസും കൂടെ അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഇലകളിലും നമ്മൾ കെട്ടുകമ്പിയൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ യെല്ലോ കളർ പെയിന്റ് വെച്ച് ഇലകളുടെ വെയിൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ റോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലവറിന്റെ തണ്ട് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൂക്കളും ഇലകളും എല്ലാം ഇതിനകത്തേക്കാണ് വെക്കുന്നത്. അതിലെ സ്റ്റിക്കർ എല്ലാം നമ്മൾ എടുത്തു മാറ്റി. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടപ്പിൽ നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈസും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇലകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇലകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പൂക്കളും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.